ഹായ് യൂട്യൂബ്, ഗുഡ് ഈവനിങ്. സോ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ 30 days ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ട് ഇന്നിപ്പോൾ 23 ടെർബോ റിലീസിങ് ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുക, കാണാൻ വേണ്ടി പോകാം. കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. ഇന്നിപ്പം എപ്പോഴും ഉള്ള പോലെ എബിനുണ്ട്. പുതിയ ഷർട്ടൊക്കെ ഇട്ട് നടക്കുക. പുതിയതല്ല, ചേട്ടൻ്റെ. പോരെ, അടിച്ചു മാറ്റി ഉണ്ടോന്നല്ലേ? അതെ. ഞങ്ങളിപ്പോൾ നടക്കാട്ടോ. അപ്പോൾ എന്തെങ്കിലും ലേറ്റായി അവിടെ എത്തിയിട്ട് കാണും. അപ്പോൾ എൻ്റെ 44 വണ്ടുള്ളൂ കേട്ടോ. ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നല്ല ചിലവുണ്ടായിരുന്നു. നല്ല ചിലവെന്ന് പറയുമ്പോൾ ഞാൻ പറ്റില്ലേ, ഞങ്ങൾ കുറച്ച് ഗ്രോസറീസും വീട്ടിലോട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങളപ്പോൾ തിയേറ്ററിൻ്റെ അവിടെ എത്തിയിട്ടോ. തൊട്ടടുത്ത തിയേറ്റർ. ഞങ്ങളപ്പോൾ മറ്റേ കയറിയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. രാവിലത്തെ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറി കേട്ടോ. അതുമല്ല, ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നന്നായി ഓർഡർ ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ 003 അപ്പോൾ വെയിറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ പടത്തിന് കയറാൻ പോയതാട്ടോ. ഫുഡ് വാങ്ങിച്ചിട്ട് അവർ ഞങ്ങളെ കയറ്റിയില്ല. പക്ഷേ ലാസ്റ്റ് ടൈമൊക്കെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചിട്ട് കയറ്റിയത്. അപ്പോഴൊക്കെ കയറ്റിയിട്ടോ. ഈ ചേട്ടൻ ഞങ്ങളെ കയറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക. 10 മിനിറ്റ് കൂടി പടം തുടങ്ങാനുണ്ട്. നല്ല വ്യൂ അല്ലേ മോനെ. അപ്പോൾ ഞങ്ങൾ എന്നാലും പെട്ടെന്ന് കഴിക്കണം കേട്ടോ. എന്നിട്ട് കയറട്ടെ. മോനെ ഞങ്ങൾ പടം കണ്ടതിന് ഇറങ്ങിട്ടോ. മോനെ എനിക്ക് സെക്കൻഡ് ഹാഫ് ഇല്ലേ എന്ത് രസമായിരുന്നു കേട്ടോ. അടിപൊളി കേട്ടോ സെക്കൻഡ് ഹാഫ് അത്ര ബോറിംഗ് ആയിരുന്നില്ല, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ശരിക്കും സെക്കൻഡ് ഹാഫ് കേട്ടോ ആ പടത്തിൻ്റെ മെയിൻ, അങ്ങനെയാണ് ഞാൻ പറയാം. അടിപൊളി, എനിക്കിഷ്ടം. എടാ പടം എങ്ങനെ ഉണ്ട്? ഞാൻ പറ. നല്ല അടിപൊളി. എങ്ങനെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇഷ്ടമായി? സെക്കൻഡ് ഹാഫ് അല്ലേ കൊണ്ടുപോയി. നല്ല ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമായി മോനെ. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി പടം കാണാം, അത്രേ പറയാനുള്ളൂ. നല്ല പടം കേട്ടോ. അതന്നെ ഗൈസ്, നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മറ്റേ മിസ്റ്റർ ബീനെ സിഗ്നലിൽ നിർത്തിയിട്ട് വണ്ടി ഉരുട്ടിക്കൊണ്ടുപോയില്ലേ, സെയിം അവസ്ഥ. അതന്നെ സെയിം അവിടെ. ഇതെവിടെയെങ്കിലും കാണാൻ പറ്റും UK മാത്രം.